എടാ അവിടെ നിന്നാടാ. എന്നാടാ ഇപ്പൊ നിങ്ങളെ ഒന്നും കാണാനേ ഇല്ലല്ലോ. കണ്ണിന് വിവരമായിരിക്കും. ആണിരോഗം കാരണം എന്റെ കാല് തറയെ തൊടാൻ മേല. കർത്താവേ, എന്നതെല്ലാം ചെയ്തു നോക്കി. ആനപ്പിണ്ടം ചൂടാക്കി ചവിട്ടിയ കാലയിലെ ആണിരോഗം മാറുമെന്ന് ഈ വാരികയിലുണ്ടായിരുന്നടാ. ആനയുടെ പിറകെ നടക്കാമെങ്കിൽ പ്രത്യേകം ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആണിരോഗമാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എടാ, എവിടെ നിന്നേലും കുറച്ച് ആനപ്പിണ്ടം കൊണ്ടു തരണം കേട്ടോ. യോ എന്റെ കാല്. എന്നതാടിയൊക്കെ ഒരു ശബ്ദം? പാട്ട കിടുങ്ങിയല്ലോ. സൂക്ഷിക്കണ ചേട്ടത്തി, ഭൂമി ഉലുക്കമായിരിക്കും. ഇന്നലെ ഇടുക്കിയിലും അങ്ങനെ ഉണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒന്നിച്ച് ഒരു കാര്യത്തിലും പോരുതെന്ന് പറയുന്നേ. ഇച്ചാൻ ആത്മഹത്യ ചെയ്തോ? ഞാൻ വിവാഹം കഴിച്ച് എങ്ങനെങ്കിലും കഴിഞ്ഞോളാം. ആശുപത്രി വരെ ഒന്ന് പോവുക. നമ്മുടെ ആ SI സൈമൺ ഇല്ലേ, പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയില്ല. ഒന്ന് പോയി കണ്ടേച്ചു വരാമെന്ന് കരുതി. SI ആശുപത്രി കിടക്കുവാന്നോ? എന്തായാലും ഞാനും പോയി ഒന്ന് കാണുന്നുണ്ട്. ഒന്ന് സോപ്പ് ഇടാൻ പറ്റിയ അവസരം. പോലീസിൽ ഇത്തിരി പിടിപാടൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. ആന ഒരു തരത്തിലും ആനപ്പിണ്ടി വിടുകയില്ലായിരുന്നു. പിന്നെ ആനനായാട്ടുകാരൻ വീരപ്പിന്റെ ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു. അതോടെ ആന കാര്യം നടത്തുകയും ചെയ്തു. ഈ കൊട്ട ചടി വെച്ചേക്കാം, അല്ലെങ്കിൽ ആ കോഴി വന്ന് കൊത്തി പറിച്ച് ഇവിടെ എല്ലാം ആക്കും. നല്ല ഈന്തപ്പഴം നോക്കി ഒരു 2 കിലോ ഇങ്ങെടുക്കുക. SIക്ക് കൊടുക്കാനാ. അദ്ദേഹത്തിന് ഈന്തപ്പഴം എന്ന് വെച്ചാ ജീവനാ. കൂടിയ ഏനം തന്നെ എടുക്കും. ഇതിപ്പോ എവിടാ സൂക്ഷിച്ചു വെക്കുക? ആ കുരുത്തം കെട്ട പിള്ളേർ ഇതിലെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും. കണ്ട അപ്പോ അടിച്ചു മാറ്റും. ഈ കൊട്ടക്കീരി വെക്കാം. ഇവിടെ ആകുമ്പോ കാണുകയല്ല. എടിയേ, ചോറ് വേഗം എടുക്ക. കഴിച്ചേക്ക്. എനിക്ക് ഉടനെ SIയെ കാണാൻ പോകണ്ടതാ. അവിടുന്ന് സുഖമില്ലാതെ കിടക്കുവാന്നറിഞ്ഞ് ഓടി വന്നതാ. മനീഷന്റെ കാര്യമല്ലയോ? എന്നതാ സംഭവിക്കാൻ ആർക്കാ പറയാൻ പറ്റുക? അവിടത്തേക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നു. ഇത് സംഘടിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങ് ഇത് പതിവായി കഴിക്കുന്ന കൂട്ടത്തിലാന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഇത്? ആനപ്പിണ്ടമാണല്ലോ. SIയെ കാണാൻ പോയേച്ച് എന്തായി? പോലീസിൽ പിടിപാടൊക്കെ ആയോ? കഴുത്തിലായിരുന്നു പിടി. അതിന്റെ പാടുണ്ട്.